ഹായ്, അസ്സാം വലൈക്കും. നമസ്കാരമുണ്ട്. വണ്ടിയും വടിക്കോലും കയ്യിലൊക്കെ എടുത്തിട്ട് വന്നത് എന്തിനാന്ന് പറഞ്ഞാൽ പലരും ചെയ്തിരുന്നു ഹാർഡ് പ്രൂണിങ് എങ്ങനെയാണ്, സോഫ്റ്റ് പ്രൂണിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഹാർഡ് പ്രൂണിങ് ആണ്. നമ്മുടെ ഇന്ത്യൻ മുസമ്പിൻ്റെ പ്ലാന്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുക. നേരെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ കട്ടർ എന്താണോ അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ള. നമ്മളിപ്പോൾ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡാണ് നമ്മളിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. നന്നായിട്ടൊന്ന് അതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഒരു തുണിയിൽ ഇതാക്കി കൊടുത്താലും മതി. അണുവിമുക്തമാക്കുക. കാരണം നമ്മൾ ഇത് പലതും ഉപയോഗിച്ച് കട്ട് ചെയ്ത് വെച്ചതായിരിക്കും. അപ്പോൾ ഒരുപാട് അണുക്കളൊക്കെ വരും. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ ബാക്ടീരിയകളൊക്കെ കയറിപ്പോവും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ, ഇതിപ്പോൾ ഏകദേശം പൂമ്പാറ്റ പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് അടുത്ത പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരുള്ളൂ. അതിലാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാവുള്ളൂ. ഓരോന്ന് കുറച്ച് ചെരിച്ചിട്ട് വേണം, 360 ഡിഗ്രി ചെരിച്ചിട്ട് വേണം അത് കട്ട് ചെയ്യാൻ. കാരണം ഇൻ കേസ് വെള്ളം വന്നാലും ഉള്ളിലേക്ക് ഇറങ്ങാതെ ഇങ്ങനെ ചെരിഞ്ഞ് വരണം. പിന്നെ ഇളം തണ്ടുകളിൽ പോയിട്ട് ചെയ്യരുത്, കുറച്ച് മൂത്ത കമ്പുകളിൽ ചെയ്യണം. ഇളം തണ്ടുകളിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൂപ്പുണ്ടാവില്ല, പുതിയ ബ്രാഞ്ചസ് പൊട്ടി വരില്ല. മൂത്ത കമ്പിൽ ചെയ്താൽ മാത്രമേ പുതിയ ബ്രാഞ്ചസ് വരുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അതിൻ്റെ ഇളം തമ്പും വന്ന് ഒരു ജംഗ്ഷൻ തുടങ്ങുന്ന ഒരു 5 ഇല മാക്സിമം താഴത്തേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ മൂപ്പായിട്ടുണ്ടാവും. ഒത്തിരി ഷോർട്ടാക്കിയിട്ടാണ് നമ്മളതിനെ നിർത്തിയിട്ടുള്ളത്. നമ്മൾ ആഫ്രിക്കൻ ഓറഞ്ചാണ്. ഇത്രയും വലിയ കമ്പുകളൊക്കെ ചെയ്യാനൊരു മടി ഉണ്ടാവും, പേടി ഉണ്ടാവും. ഒന്നും വിചാരിക്കേണ്ട, ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ ബുഷിയായ ഹെൽത്തി പ്ലാന്റുകൾ ഉണ്ടാവുള്ളൂ. ഇതാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞത്. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ആ ഉണ്ടായ കമ്പിൻ്റെ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. ഈ വലിയ പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ എപ്പോഴും ഹാർഡ് പ്രൂണിങ് ചെയ്താൽ മതി. ചെറിയ പ്ലാന്റുകളിൽ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്തിട്ട് ബുഷാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ പ്രാണികളൊക്കെ മുട്ടയിടുക, അങ്ങനെയുള്ള ഫംഗസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാഫ് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അതിൻ്റെ കൂടെ കുറച്ച് എക്കാലക്സാ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡോ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം പിന്നെ മറ്റുള്ള ഇപ്പോൾ ശലഭങ്ങളാണെങ്കിലും മറ്റുള്ളതൊക്കെ ആണെങ്കിൽ അതിന് മുട്ടയിട്ടിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അവരെ വന്നിട്ട് അവരെ അവശിഷ്ടങ്ങളാണ്, ഫംഗസും കാര്യങ്ങളും അവർ മുട്ടയാണ് ഈ കാണുന്നതൊക്കെ. അത് വിരിഞ്ഞ് പുഴുക്കളാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ലാർവകളായി ശലഭങ്ങളായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്യണം, മരുന്നടിച്ച് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 5 ഗ്രാം സാഫും ഒരു 2 മില്ലി എക്കാലക്സ്
സാഫും എക്കാലക്സും ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാ ഇലകളിലും തട്ടുന്ന രൂപത്തിലുമാണ് നമ്മളത് അടിച്ചു കൊടുക്കാൻ. പ്രത്യേകിച്ച് ആ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ അതിൽ കൂടെയാണ് ഫംഗസ് കാര്യങ്ങളൊക്കെ ഇറങ്ങുക, പ്രാണികളൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് കീപ്പ് ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. ശരിക്കും നമ്മളതിനെ ഇതിൽ കുളിപ്പിച്ചെടുക്കണം. അത്രയും ഇവർ മുട്ടകളിട്ട് വെച്ചിട്ട് ഈ കാണുന്ന ഇലകളുടെ ഉള്ളിലൊക്കെ അവർ മുട്ടകളുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളവെടുക്കുമ്പോൾ നമ്മൾ തായ്ലൻഡിൻ്റെ ലൈമാണ്. അന്ന് വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത് തന്നെ ഫ്ലവർ വരുമെന്ന്. അടുത്ത് തന്നെ ഫ്ലവർ കട്ട് ചെയ്തു, കായ് വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂണിങ് ചെയ്താലുള്ള മെച്ചം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നവരെ ബായ്. അബ്ദുറസാഖ് തിരൂർ.